guys, once again welcome back to my YouTube channel Hands Well. ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് ദുഃഖ ശനിയാഴ്ച. അപ്പം ഇന്നും നമ്മൾ നോമ്പിൽ തന്നെയാണ്. നോമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് നോമ്പ് വിടുന്നത്. അപ്പം ഇന്നാണ് നമ്മുടെ നോമ്പിൻ്റെ ലാസ്റ്റ് ദിവസം. അപ്പം ഇന്ന് രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ എക്സ്ട്രാ പണിക്കൊന്നും നിൽക്കേണ്ട. അപ്പം ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളിലേക്ക് സാമ്പാർ തിളപ്പിച്ച് വെച്ചു. സാമ്പാർ കണ്ടോ, അടിപൊളി സാമ്പാറാട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വഴിയേ ഇടാം. ഇത് ബേബിക്കുള്ള ദോശയാണ്. ബേബി ജന്മം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ദോശ കഴിക്കത്തില്ല. അവൻ എന്തെങ്കിലും ആനിമൽസിൻ്റെയോ എന്തിൻ്റെയെങ്കിലും ഷേപ്പിലുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എനിക്ക് ഏറ്റവും ഈസിയും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതും ഇതാണ്. ടെഡി ബിയറാണ്. ടെഡി ബിയർ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും പറ്റുന്ന പരിപാടിയാണല്ലോ. അങ്ങനെ ടെഡി ബിയർ അവനുണ്ടാക്കി. പിന്നെ 2-3 സ്റ്റാർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വേറെ എന്തോ ഷേപ്പിലാണ് സ്റ്റാറൊക്കെ കിട്ടിയേക്കുന്നത്. അപ്പോൾ അവനുള്ള ദോശ ഉണ്ടാക്കുകയാണേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ ഒരു രക്ഷയില്ല. വീട്ടിലുണ്ടാക്കുന്ന എന്നതാണെങ്കിലും അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഴിച്ചോണം. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ എക്സ്ട്രാ ഫീറ്റിങ്സ് ഒന്നും ഇല്ല. എന്നാൽ 2 പിള്ളേർ തന്നെ ഉണ്ടായിരുന്നുള്ളതാനും. പക്ഷേ ഇങ്ങനെ ഇമാതിരി അലക്കുലത്ത് പരിപാടിക്കൊന്നും മമ്മി നിൽക്കാറില്ലായിരുന്നു. പിന്നെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടവും കൂടിയാണ് കേട്ടോ. അത് വേറൊരു കാര്യം, എല്ലാവർക്കും ഒരു ഇഷ്ടം കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാറായിട്ടൊന്നും തോന്നുന്നില്ല. വേറെ എന്തോ രീതിയിലുള്ളൊരു സാധനം. കൊച്ചുങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. അങ്ങനെ അതും ഉണ്ടാക്കി. പിന്നെ ഞാൻ 2 നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കി. ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, വെറുതെ എന്തിനാ. പിന്നെ ഉണ്ടല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ടിയാലും ഇവൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ ഇല്ലേ, ഫുഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കുള്ള സന്തോഷം, അത് കാണുമ്പോഴത്തേക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്നുള്ള ലെവലാണ്. എന്ത് കൊണ്ട് കൊടുത്താലും ഇങ്ങനെയൊക്കെ കുറച്ച് ക്രിയേറ്റീവായിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആശാൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ ഫേസിലെ ആ സന്തോഷമാണ് വീണ്ടും വീണ്ടും എന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ അവനത് കഴിച്ചിട്ട് അത് കൊള്ളാം എന്ന് പറയുന്നത് വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു തീരുമാനം ഉണ്ടായത്, ഒന്ന് ആലുവ വരെ പോകണം. അപ്പം കുളിച്ച് വന്നു. കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നനവോടെ എന്തെങ്കിലും ദേഹത്ത് പറ്റണമെന്ന് വിമൽകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറ്റിക്കഴിഞ്ഞാലും നമ്മൾ വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുക്കും, അതുറപ്പാ. അപ്പം നനവോട് കൂടി എന്തെങ്കിലുമൊക്കെ വാരിക്കോരി പുരട്ടിട്ടോ. ഇതൊക്കെ പരട്ടിയിട്ട് പോയില്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ വെയിലിൻ്റെ കാര്യമനുസരിച്ചിട്ട് സൂര്യൻ അടക്കമല്ലോ, നമ്മൾ കരിഞ്ഞു പോകും. എങ്ങനെ കരിഞ്ഞ മത്തിയാണൊക്കെ ഇപ്പം ഇരിക്കുന്ന ഇത് കണ്ടോ. ഇവിടുത്തെ കളറും കൂടെ നിങ്ങൾ നോക്കൂ. ഞാൻ എൻ്റെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാതെ കൊണ്ടുവരുന്നതിൻ്റെ ഗുണമാണ്. അപ്പോൾ ഞാൻ വാരിക്കോരി പുരട്ടെ. മേക്കപ്പ് കൂടിയോ ചേട്ടാ, ക്രീം കൂടിപ്പോയോ? ഞാൻ പുരട്ടിയതുണ്ടാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഓലയുടെ ഡേ ക്രീമും ഓലയുടെ നൈറ്റ് ക്രീമും മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആസ്തറ്റിക് ആയിട്ടൊന്നും കാണിക്കത്തില്ല. ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുള്ളൂ. അപ്പം ഓലയുടെ ഡേ ക്രീം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സൺസ്ക്രീനും ഈ ക്രീമും കൂടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നാൻ്റെ മുഖത്ത് മൊത്തം കുഴിയാണ്, ബാക്കി ഇഷ്ടം പോലെ കുരുവും കൂടി വരുന്നു. എന്തിനാ നമ്മൾ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്നത്? ഒന്നെങ്കിൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ ഓല, ഇതേ പറ്റുള്ളൂ. ചില വീഡിയോയിലൊക്കെ അവർ സൺസ്ക്രീൻ പുരട്ടും, അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ പുരട്ടും, സൺസ്ക്രീൻ പുരട്ടും, പിന്നെ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യും, പിന്നെ ഫൗണ്ടേഷൻ മറ്റേത് മറിച്ചത്, എന്നിട്ട് ഓരോ മുഖത്തൊന്നും ഒരു കുരുവില്ല. പക്ഷേ ഇവത്തിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ക് ഓരോന്ന് പൊന്തി വരും. എന്തിനാ വെറുതെ പൈസ കൊടുത്ത് കുരു പൊന്തിക്കുന്നത്? അപ്പം ഞാൻ ഡ്രസ്സ് മാറട്ടെ. ഇനി ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. എൻ്റെ വില കൂടി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും വില കൂടിയ ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? കാണിച്ചു തരാം, ഞെട്ടരുത്. ഇതിൻ്റെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഡാസിലറിൻ്റെ ചെത്തി തീരാറായ ഒരു കൺമഷി എന്ന് പറയാം, ഐബ്രോ പെൻസിൽ. ഇതാണ് ഞാൻ കണ്ണിനകത്തും തേക്കുന്നത്. ഇതൊന്നേ. പിന്നെ മെബ്ലൈന്ന് പേര് പോലും ഇല്ലാത്ത മെബ്ലൈൻ്റെ മാഞ്ഞുപോയ ഒരു മസ്കാര എൻ്റെ കണ്ണുകൾക്ക് കൂടുതൽ കാന്തിയേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നല്ല ചൂടാ, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല.
പിന്നെ ഏതോ ഗൂഗിൾ പേയിൽ ഒരു ഓഫർ കിട്ടി, ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു സാധനം, എന്തോ അത്, അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്ക്. ഇതൊക്കെയാണ് എൻ്റെ വില കൂടിയ മേക്കപ്പ് ഐറ്റംസ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് തുടങ്ങാം. അതെ, കേട്ടാലും കേട്ടില്ലല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടാ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ചെത്തി കഴിഞ്ഞാൽ ഇനി ഇത് ഒടിഞ്ഞു പോകും. ഇത് കൈ പിടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ലാതായി. തമ്പരാൻ സഹായിച്ച് ഇതിനകത്തൊക്കെ കുറച്ച് തിക്നെസ് തന്നുകൊണ്ട് അതിനകത്ത് കുത്തി കയറ്റണ്ട. താഴത്ത് കണ്ണിന് മാത്രം എഴുതാം. എന്താ കണ്ണ് എഴുതാണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇതേണ്ട ചത്ത മീൻ്റെ കണ്ണുകളൊക്കെ ഇരിക്കും, അതുകൊണ്ട് എഴുതുന്നതാണ്. സ്മോക്കി ഐസൊക്കെ ഇട്ടിട്ട് നമ്മൾ വണ്ടിക്കകത്ത് പോയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല കറിച്ചട്ടിക്കകത്ത് പൂച്ച ചെയ്തിട്ട് വന്ന അവസ്ഥയാകും. അതുകൊണ്ട് ഞാൻ സ്മോക്കി ചെയ്യുന്നില്ല, സ്മോക്കകത്ത് ചെയ്യാം. നമ്മൾ വരുമ്പോൾ നല്ലപോലെ സ്മോക്കി ആകും. കണ്ണെഴുതുമ്പോൾ നിങ്ങളുടെ വായ ഇങ്ങനെ പോർത്തി കാണിക്കുമോ? കണ്ണെഴുതുമ്പോഴത്തേക്ക് മാത്രം എൻ്റെ വായ ഇങ്ങനെയൊക്കെ കാണിക്കും. മുടിയുണ്ട്, എൻ്റെ കാർക്കൂന്തലൊക്കെ വളർന്നു ഗൈസ്, അഴിച്ചിട്ട് അതേ താഴ്ത്ത് കൂട്ടുന്ന ലെവലെത്തി. ഇനിയിപ്പോൾ അടുത്ത ഭ്രാന്ത് കയറുമ്പോൾ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും താജ്മഹൽ പണി. ഇതിനകത്തൊന്നും ഇല്ല. വെള്ളം ഒഴിച്ചാൽ എന്തെങ്കിലും കിട്ടും, മേടിക്കാം. അമ്മ അമ്മ ആ മോട്ട് അങ്ങനെ പോവുള്ളൂ. ഞാൻ ഇങ്ങനെ പേരെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ പോകും. സൈക്ക് ക്ഷമിക്കും. നിങ്ങൾ അങ്ങനെയാണോ? ഇതൊക്കെ ഇടാണ്ട് പോയാ പോരെ ചേച്ചി എന്ന് ചിലപ്പോൾ ചോദിക്കും. മതി, എന്നാലും ആനുകൂലമായിട്ട് പോകുന്നില്ല. പിന്നെ എന്തൊക്കെ എന്താ സ്പ്രേ സീക്കെ, ഇത് പെണ്ണുങ്ങടെയാണോ ആണുങ്ങടെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. ചിലപ്പോൾ ആണുങ്ങടെ ആയിരിക്കും, പക്ഷേ സ്മെൽ ഭയങ്കര സെറ്റപ്പാണ്. അതുകൊണ്ട് ഞാനിതൊന്ന് അടിച്ച് കുളിക്കും. കെട്ടിയെനിക്ക് വരാൻ സമയമാകുമ്പോഴത്തേക്ക് അടുത്ത സീക്ക കൊണ്ടുവരാനുള്ള സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെണ്ണുങ്ങളുടെ സ്പ്രേ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ, ഒരിടത്തും ഞാൻ എഴുതിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടേ, ഇത് 10-350 രൂപ 400 രൂപയുള്ള കെട്ടിയവൻ്റെ ടീഷർട്ട്. അതെനിക്കിപ്പം നോക്കുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, മറ്റേ എന്താ പറയണ്ടേ, ബായ കിട്ടത്തില്ലല്ലോ. ഓവർ സൈസ് ടീഷർട്ടായി. പിന്നെ എൻ്റെ സ്വന്തം പാൻറ്, അതിനുള്ളിൽ കിടക്കുന്നതെല്ലാം എന്തോ എന്താ പറയണ്ട, എണ്ണയുള്ളത് എന്തെങ്കിലും കഴിച്ചാലേ, എണ്ണ ഉള്ളത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തെ ലിപ്സ്റ്റിക്ക് പോകും. എന്നിട്ട് അതിൻ്റെ പുറമേയുള്ള ലിപ്സ്റ്റിക്ക് നിൽക്കും. നല്ല രസമാണ് അപ്പം മോന്തം കാണാൻ. ഇത് അങ്ങനെ തന്നെയാണ്. എല്ലാവരും പറയും സ്മച്ച് പ്രൂഫാണ്, കിസ് പ്രൂഫാണ്, പിന്നെന്താണ് വാട്ടർ പ്രൂഫാന്നൊക്കെ പറയും. പക്ഷേ എണ്ണയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തെ ലിപ്സ്റ്റിക് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ആരും പറയുന്നത് വിശ്വസിക്കരുത്. ഇതും അങ്ങനെ സ്മച്ച് പ്രൂഫാണ്, കിസ് പ്രൂഫാണ്. വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞാലും ഓയിലുള്ള എന്തെങ്കിലും എന്തുവാ പഴംപൊരി, സമൂസ ഒക്കെ കഴിക്കും നിങ്ങളിങ്ങനെ കഴിക്കാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പോകുന്നില്ല. അല്ല, ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തെ പോയിട്ടുണ്ട്, അത് ഉറപ്പാണ്. മുടിയെ കണ്ടീഷണർ ഷാമ്പു ഇട്ടിട്ട് ആകെപ്പാടെ പറന്നു പോയപ്പോൾ ഞാനൊരു ഇച്ചിരി എണ്ണ തേച്ചു. ഇച്ചിരി എണ്ണ തേച്ചപ്പോൾ അത് ഇത്രയും എണ്ണയായി വ്യാപിച്ചു. മുടി കെട്ടാം ഒന്നും വേണം, മര്യാദയ്ക്കുണ്ടായിരുന്നൊരു മുടിയാണ്. അത് വെട്ടി സ്റ്റൈല് ചെയ്ത് അങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മുടി വളർത്തി. ഇപ്പോൾ എന്താ പറയണ്ടേ, കഴുതയുടെ പുറത്തെ വാല് പോലത്തെ ഒരവസ്ഥയാണ്. വണ്ടി പോവല്ലേ, നമുക്ക് കെട്ടാം. വളരെ എളുപ്പമാണ്. ഈ സാധനമൊക്കെ ഒതുക്കി വെക്കാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് മുടി വെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുടി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് കണക്ക് കഷ്ടപ്പെടേണ്ടി വരും. 1 മണിക്കൂറിന് മേളിൽ വേണം ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് തരാൻ. ഈ ബേബി ഹെയറൊക്കെ വെട്ടിയ കുഞ്ഞു ഹെയറൊക്കെ ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റീൽസിലും എല്ലായിടത്തൊക്കെ കാണുമ്പോഴത്തേക്ക് ഹെയർ കട്ട് ചെയ്യാനൊക്കെ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. ആദ്യത്തെ എടുത്തുചാട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ നമുക്ക് മൊത്തം കഷ്ടപ്പാടാണ്. എൻ്റെ അവസ്ഥയിൽ നിന്നും എനിക്ക്
ചുരണ്ടിയെടുത്ത ചില നഗ്ന സത്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നിലവിൽ നല്ല വെയിലാണ്. അപ്പം വെയിലടി ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ ഈ സ്തംഭം എടുത്തില്ല. പിന്നെ അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന വെള്ള ബനിയനൊക്കെ വേറൊരു കളറായിട്ട് മാറും. ഇതെന്റെ പുത്തൻ റെയ്ബാൻ ഗ്ലാസ്. പുത്തനല്ല, കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചപ്പോൾ ഈ സെപ്റ്റംബർ ആകുമ്പോൾ ഇവനൊരു വയസ്സാകും. ഇതൊന്നും എൻ്റെ അല്ല കേട്ടോ, ഇതൊക്കെ കെട്ടിയവൻ്റെ കയ്യിൽ നിന്ന് കെട്ടിയവൻ പോകുന്നതിന് മുമ്പായി അടിച്ചു മാറ്റിയതാണ്. പിളയുണ്ട് വാച്ച്. സമയം നോക്കിയില്ലെങ്കിൽ പോലും ഒരു വെയിറ്റിന് കിടക്കട്ടെ. നമ്മുടെ അവസ്ഥ എന്തായോ, കൈ വാച്ച് കിട്ടും, എന്നിട്ട് ആരെങ്കിലും മോളെ സമയം എത്രയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈലിൽ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ അങ്ങനെയാണ്, പെട്ടെന്ന് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതങ്ങനെയാണ്. അപ്പം പോയിട്ട് വരാം. ബൈ. ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിറങ്ങിയില്ലെങ്കിൽ നമുക്കൊരു പേടിയാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ ഇറങ്ങുവാണ്. അപ്പോൾ ചെക്കൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് നല്ല ബഹളമായിരുന്നു കേട്ടോ. കൂടെ വരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മാസ്റ്ററൊക്കെയാണ് പോകുന്നത്. ഇവിടുന്ന് 2-2.5 മണിക്കൂർ ദൂരമുണ്ട് നമുക്ക് ആലുവയ്ക്ക്. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ബേക്കേഴ്സ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. എന്താ പറയണ്ട, ഫോണ്ടൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിച്ചു. പിന്നെ നേരെ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ ചായ കുടിക്കാനിരുന്നിടത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആലുവ ശിവക്ഷേത്രം ഇവിടെയാണെന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം 6ൻ്റെ ഇക്കര നിന്ന് നമ്മുടെ ശിവക്ഷേത്രത്തിലേക്ക് പോകാനുള്ള നടപ്പാലമാണിത്. ഇതിൻ്റെ ലെങ്ത് അവിടെ കല്ലേ കൊത്തി വെച്ചേക്കുന്നത് 200 മീറ്റർ എന്നാണ്. പിന്നെ വിട്ടൊഴ് 7.20 മീറ്റർ വരുന്നുണ്ട്. എറണാകുളം ജില്ലയിലാണ് ഈ ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലുവയിൽ പെരിയാറിൻ്റെ തീരത്താണ് ആലുവ ശിവക്ഷേത്രം. ശ്രീ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ വരുന്നത്. പെരിയാർ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിലെ മഹാശിവരാത്രി വളരെ പ്രസിദ്ധമാണ്. നമ്മൾ വീഡിയോയിലൊക്കെ ന്യൂസിലൊക്കെ കാണാറുണ്ട്. ആ ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ശിവരാത്രി ആഘോഷിക്കാനായിട്ട് ഇവിടെ വന്ന് ചേരുന്നുണ്ട്. ശിവരാത്രിക്ക് ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്ത് നമ്മൾ നമ്മുടെ മരിച്ചുപോയവർക്ക് വേണ്ടി ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ ആ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടും എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ദിവസം ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ബലി അർപ്പിക്കാറുണ്ട്. പിന്നെ ഈ പെരിയാർ നിറഞ്ഞ് വരുന്ന സമയത്ത് ഈ ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം വരെയും വെള്ളം വന്ന് നിന്നിട്ടുള്ള പല ന്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഇവിടേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഒരു യാത്രയിൽ ആലുവ ശിവക്ഷേത്രം കൂടി കാണാനായിട്ട് പറ്റി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് 2 പാലങ്ങളും കാണാം കേട്ടോ. ഒരു പാലത്തിൽ കൂടി ട്രെയിൻ പോകുന്നു, മറ്റൊരു പാലത്തിൽ കൂടി നമ്മുടെ സാധാരണ വണ്ടികൾ പോകുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇതാണ് നമ്മുടെ നടപ്പാലം. അപ്പം ആലുവയ്ക്കും എറണാകുളത്തിനൊക്കെ പോകുന്നവർ ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തോളൂ. നല്ലൊരു സ്പോട്ടാണ്. ആത്മീയമായിട്ടും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. തിരിച്ചെത്തി ഗായ്സ്, ആലുവയിൽ നിന്ന് തിരിച്ചെത്തി. ബേബിക്ക് ഒരു സാധനം മമ്മ കൊണ്ടുവന്നു. വായിലിട്ട പടക്കം പൊട്ടുന്ന സാധനം. ഇവിടെ വാ. ഇതിങ്ങനെ വായി വീണ പടക്കം പൊട്ടുന്ന സാധനം. ശബ്ദം കേട്ടാ? വായിലിട്ട പടക്കം പൊട്ടുന്ന മാജിക് പോപ്സ് ക്യാൻഡി ഫ്ലേവർ. വന്നിട്ട് മേലെ കേട്ടോ, മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയപ്പോഴത്തേക്ക് ഒന്ന് ആശ്വാസമായി. എന്നിട്ട് ഞങ്ങൾ ബീഫ് മേടിക്കാൻ പോവാ. നാളെ ബീഫാണല്ലോ, ബേബിക്ക് ബീഫ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബീഫ് മേടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോവാം. ബീഫ് മേടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ബീഫ് മേടിക്കാൻ പോയി. സങ്കടപ്പെട്ട് തിരിച്ചു വരേണ്ടി വന്നു ഗൈസ്. ബീഫ് കിട്ടിയില്ല, ബീഫ് തീർന്നു പോയി. പിന്നെ അവിടെ ഉള്ളത് ചിക്കനായിരുന്നു. നമ്മൾ ബീഫ് എന്ന് പറഞ്ഞു പോയിട്ട് ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ആ ചേട്ടൻ പറയും, മോളെ നാളെ ചിലപ്പോൾ ചിക്കനും കിട്ടില്ല, വാങ്ങിച്ചോണ്ട് പോകാൻ പറഞ്ഞു. അപ്പം എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പറഞ്ഞു, ചേട്ടാ നാളെ രാവിലെ വെട്ടുവാണെങ്കിൽ ഞാൻ നാളെ 5 മണിക്ക് ഞാൻ ഇറച്ചിക്കടയുടെ മുമ്പിലുണ്ടാവുമെന്ന് പറഞ്ഞു. നാളെ ബീഫ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കും.
ഇനി ബീഫ് കിട്ടിയില്ല, ചിക്കനാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. ഇനി ബീഫും ചിക്കനും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മുട്ട ബിരിയാണി ഉണ്ടാക്കും. 2 മുട്ട ഇവിടെയുണ്ട്. ഇനി ബീഫും ചിക്കനും മുട്ടയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കും ഗൈസ്. നമ്മൾ പതറില്ല, പതറരുത് ഇല്ലേ ബേബി, നമ്മൾ പതറില്ല. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ്. ബൈ ബൈ.